ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് പ്രത്യേകതയൊക്കെ ഉണ്ട്. ഇന്ന് ഞാനല്ല നിങ്ങൾ കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നൊരു കുട്ടി ഷെഫാണ് വരുന്നത്. ഇന്ന് എന്റെ കുഞ്ഞു സിസ്റ്ററാണ് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. Hey guys, it's me Shahina and welcome back to our channel. What will we make today? Sweet or spicy? So let's make sweet today. So we're gonna be making tasty havas. So I'm gonna be making mango idli. For making the mango idli, take 2 ripe mangoes. Put it into the jar. Let's blend it. ഇപ്പം ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങ എടുക്കാൻ നോക്കുക. അതാവുമ്പം ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഇത് മറ്റൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നമുക്കിനി 1/2 കപ്പ് റൈസ് ഫ്ലോർ നമ്മുടെ ബാറ്ററിലോട്ട് ആഡ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ടോട്ടല് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. Now we need to add 1/4 cup of milk. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ പാല് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഡ്ഡലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. Then mix it well. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പം ഇഡ്ഡലി ബാറ്ററിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. നമുക്കിനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗീയും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷണലാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇതിനകത്ത് കാഷ്യൂനട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സോ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം ഞാനൊരു ഇഡ്ഡലി മോൾഡ് എടുത്തിട്ടുണ്ട്, അതിനകത്ത് നന്നായിട്ട് ഗീ എന്ന് തടവി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോ സ്പൂൺ വീതം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ബാറ്ററിന്. എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മേളിൽ ഓരോ കാഷ്യൂനട്ട്സ് വീതം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലി സ്റ്റീമർ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് 10 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇത് 10 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുത്തിട്ട് നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലോട്ട് നമുക്കിത് മാറ്റാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷാണ്. ഓരോന്നോരോന്നായിട്ട് ഞാനിത് പ്ലേറ്റിലോട്ട് മാറ്റാം.
Excited to try this. I doesn't expect this much. It's so yummy. It's so yummy that I can't wait to try it. I hope you all like this. If you like this video, please give a thumbs up and subscribe this channel. Put your feedbacks in the comment box. Bye bye and have a nice day. Enjoy!